പ്രിസർവേറ്റീവ്സും കളറും ഒന്നും ചേർക്കാതെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുന്ന വൈനിന് എന്തുകൊണ്ടും ഗുണനിലവാരം കൂടുതലാണ്, പ്രത്യേകിച്ചും ഗ്രേപ്പ് വൈൻ്റെ കാര്യത്തിൽ. ഞാനിവിടെ 1 kg ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളെപ്പോഴും ഉണ്ടാക്കുമ്പോൾ മിനിമം ഒരു 2 kg എങ്കിലും എടുക്കുന്നതാണ് നല്ലത്. ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കുവാൻ സാധാരണ പുളിയുള്ള മുന്തിരിയാണ് നല്ലത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സീഡ്ലെസ് ഗ്രേപ്സ് ആണ്. കഴുകി വൃത്തിയാക്കി ഞെട്ടെല്ലാം ഉതിർത്തെടുത്തതിന് ശേഷം തുണിയിൽ നിരത്തിയിട്ടോ സ്റ്റെയിനർ ഉപയോഗിച്ചോ വെള്ളമയമില്ലാതെ എടുക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള വെള്ളവും പഞ്ചസാരയും ചേർത്ത് ഒരു ഭരണിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാറിലോ ഇട്ട് വയ്ക്കാം. 2 ലിറ്റർ വെള്ളവും 1/4 കിലോ പഞ്ചസാരയുമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. കൂടെ കുറച്ച് ഗോതമ്പും ഗ്രാമ്പുവും കറുവാപ്പട്ടയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ ഗോതമ്പിന് പകരം ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പരീക്ഷണാർത്ഥം ചേർത്തതാണ്. ഗോതമ്പ് സ്റ്റോക്കില്ലായിരുന്നു, അതാണ് കാരണം. എങ്കിലും ഗോതമ്പാണ് ചേർക്കുന്നത് നല്ലത്. കാരണം അരിച്ചെടുക്കുമ്പോൾ കൂടുതൽ വേസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ ഗോതമ്പ് പൊടിയേക്കാളിലും ഗോതമ്പ് തന്നെയാണ് എപ്പോഴും ഉചിതം. പിന്നീട് ഈ മിക്സ് എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ലിഡ് ഉപയോഗിച്ച് അടച്ച് അതിൻ്റെ മുകളിൽ ഒരു തുണി ചുറ്റി ഏതെങ്കിലും ഡാർക്ക് പ്ലേസിൽ വെളിച്ചവും കാറ്റും കടക്കാത്ത രീതിയിൽ എവിടെയെങ്കിലും സൂക്ഷിക്കാവുന്നതാണ്. പിന്നീട് എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു കൃത്യസമയത്താണെങ്കിൽ ഏറ്റവും നല്ലത് ഇളക്കി കൊടുക്കാം. ഇത് വേഗത്തിലുള്ള ഫെർമെൻറ്റേഷൻ പ്രോസസ്സിനെ സഹായിക്കും. ഏകദേശം 21 ദിവസം ആവുമ്പോഴേക്കും ഈ വൈൻ കൂട്ടെല്ലാം റെഡിയായിട്ടുണ്ടാവും. പിന്നീട് നമുക്കിത് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്ന ഉടനെ തെളിമയാർന്ന ഒരു കളറൊന്നും ഉണ്ടാവില്ല. കുറേ നേരം അതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. 3-4 മണിക്കൂർ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല തെളിമയാർന്ന വൈൻ നമുക്ക് ലഭിക്കും. വീണ്ടും നമുക്കൊരു അരിപ്പയുടെ സഹായത്തോടു കൂടി അരിച്ചെടുക്കാം. പിന്നീട് പഞ്ചസാര കരിച്ച് ഇതിനൊപ്പം ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കരിച്ച് ചേർക്കുക എന്നുള്ളത് ഓപ്ഷണലാണ്. കൂടുതൽ ഡാർക്ക് കളറിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പഞ്ചസാര കരിച്ച് ചേർത്തില്ലെങ്കിൽ വൈനിന് ഗ്രേപ്പ് ജ്യൂസിൻ്റെ കളറാവും ഉണ്ടാവുക. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതിനായി 1/4 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറുകി വരുന്നതനുസരിച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. ബ്രൗണിഷ് കളറാവുമ്പോഴേക്കും ഓഫ് ചെയ്തതിന് ശേഷം ഇത് കട്ടിയാകാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പഞ്ചസാര കരിച്ചത് ഒരു ലായനി രൂപത്തിലായിട്ട് കിട്ടും. പിന്നീട് നന്നായി തണുത്തതിന് ശേഷം വൈനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ബോട്ടിലിലോ ജാറിലോ ഒക്കെ ആയിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. കൂടുതൽ കാലം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ലാതെ കേടാകാതെ ഇരുന്നുകൊള്ളും. എൻ്റെ അടുത്ത് 1 വർഷം കഴിഞ്ഞുള്ള വൈനാണിത്. പഴക്കം വന്നതല്ലാതെ യാതൊരുവിധ കേടുകളും സംഭവിച്ചിട്ടില്ല. ഇത് നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കുവാനും എല്ലാം ഉപയോഗിക്കാം. ഡാർക്ക് കളറുള്ള ഗ്ലാസ് ബോട്ടിലുകളിലോ കണ്ടെയ്നറുകളിലോ സൂക്ഷിക്കുകയാണെങ്കിൽ കൂടുതൽ കാലം നിലനിൽക്കുമെന്നാണ് പറയാറുള്ളത്. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് മുന്നോടിയായി വൈൻ തയ്യാറാക്കി വയ്ക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുക. വിഷ് യു ഓൾ എ മെറി ക്രിസ്മസ്.